സൗമ്യ വിനീഷ് മരുത റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയേക്കും. അരനൂറ്റാണ്ടിലേറെ നീണ്ട LDFന്റെ കുത്തകയാണ് UDF തകർത്തത്. രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. യുവതീ യുവാക്കളുടെയും ക്ലാസ്മേറ്റ്സിന്റെയും നീണ്ട നിരയാണ് മരുത റോഡിന്റെ ഭരണസാരഥ്യം വഹിക്കാനെത്തുക. 21-നാണ് സത്യപ്രതിജ്ഞ. അതിനുശേഷമായിരിക്കും പ്രസിഡന്റിനെ തീരുമാനിക്കുക. അരനൂറ്റാണ്ടിലേറെ LDF ആണ് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. മലമ്പുഴ MLA A. പ്രഭാകരൻ അധ്യക്ഷനായ പഞ്ചായത്താണിത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അനിഷാദ് മത്സരിച്ചെങ്കിലും തോൽക്കുകയായിരുന്നു. കക്ഷിനില UDF 12, LDF 8, NDA 1, KSU സംസ്ഥാന സെക്രട്ടറി ഗൗജ വിജയകുമാർ വിജയിച്ചതിലും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതകൾക്കുള്ളതാണ്. 4ാം തവണയാണ് സൗമ്യ വിജയിക്കുന്നത്. അധ്യാപന ജോലിയുള്ള അവർ നീണ്ട അവധിയിലാവുകയാണെങ്കിൽ അധ്യക്ഷ സ്ഥാനം അവർക്കു തന്നെയായിരിക്കും ലഭിക്കുക. മരുത റോഡിന് വനിതാ അധ്യക്ഷയാവുന്നത് ആദ്യമൊന്നുമല്ല. M. സജിത് വൈസ് പ്രസിഡന്റ് ആവാനാണ് ഏറെ സാധ്യത. കോൺഗ്രസിന്റെ വിജയത്തെക്കുറിച്ച് മണ്ഡലം പ്രസിഡന്റും നിയുക്ത മെമ്പറുമായ ഷൈജു സത്യൻ വിശദീകരിച്ചു. ആദ്യമായി മരുത റോഡ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDFന് കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചിട്ടയായ പ്രവർത്തനത്തിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മരുത റോഡ് ഗ്രാമപഞ്ചായത്തിലെ 5 പതിറ്റാണ്ട് നീണ്ടുനിന്ന CPMന്റെ ഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. എന്നാലും ജനങ്ങൾ ഞങ്ങൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ വളരെ ഭംഗിയായും ഉത്തരവാദിത്വബോധത്തോടും കൂടി ചെയ്യുന്നതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നാലും UDFന്റെ ഈ വിജയം മരുത റോഡിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയൊരു ആഹ്ലാദമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. UTV ന്യൂസ്, പാലക്കാട്.